എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഉള്ളിയോ വെളുത്തുള്ളിയോ യാതൊന്നും ചേർത്തിട്ടില്ല. എങ്കിലും അപാരമായ രുചിയാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു കടായി എടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിനുശേഷം ഏലക്ക, 2 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഗ്രാമ്പു, പട്ട ഇവ അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം തക്കാളി, ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്കിട്ടു. അതിനുശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതും കൂടെ അതിനകത്തേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം ഒരു 3 കാശ്മീരി മുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പിരിയമുളകിൻ്റെ അരി കളഞ്ഞിട്ട് ചേർക്കുന്ന, എരിവുള്ള മുളകാണെങ്കിൽ അരി കളഞ്ഞിട്ട് ചേർക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ കൂട്ടാൻ അത് നല്ലൊരു നിറം തരും. എരിവുള്ള മുളകാണെങ്കിൽ അതിൻ്റെ അരി കളയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഈ മുളക് പൊടിക്കും ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ്, അത് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നല്ല ജീരകം, അവിയലിന് ചേർക്കുന്ന ജീരകവും കൂടി ചേർത്തു. അതിനുശേഷം ഒരടപ്പ് വെച്ച് മൂടി ചെറുതീയിൽ ഒരു 2-3 മിനിറ്റ് നേരം ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ അടച്ചു വെച്ചു. ഇപ്പോൾ അതേ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തു, ഒട്ടും തരിയില്ലാതെ അരച്ചു. അതിനുശേഷം ഒരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം, തീരെ പൊടിയായിട്ട് അരിയണം ക്യാപ്സിക്കം, ആ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പുണ്ടല്ലോ, തക്കാളിയും എല്ലാം കൂടെ അരച്ച് വെച്ച അരപ്പ്, അത് അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം ആ പാത്രം കഴുകിയ വെള്ളം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് വേവണം. അതിനുശേഷം ആണ് നമ്മൾ പനീറൊക്കെ ചേർക്കേണ്ടത്. അതിന് മുന്നോടിയായിട്ട് അതിലേക്ക് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര അതും കൂടെ ചേർക്കണം. ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത്, കുറച്ച് മതി, ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. പഞ്ചസാര ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടല്ലോ നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക്, അതിനാവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും ഒരു അടപ്പ് വെച്ച് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. തീരെ ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തിളച്ചതെല്ലാം കൂടെ ഒന്ന് യോജിച്ചു. അപ്പോഴേക്കും അടപ്പ് മാറ്റി വീണ്ടും അത് നന്നായിട്ട് ഇളക്കി. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ നോക്കണം, ഉപ്പും പഞ്ചസാരയൊക്കെ പരുവാണോ എന്ന് നോക്കി ഒരു ശകലം ചൂടുവെള്ളവും കൂടെ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു. കാരണം അപ്പോഴേക്കും അരപ്പ് നന്നായിട്ട് വെന്തു, പക്ഷേ ഇത് നന്നായിട്ട് കുറുകിയിരുന്നു. അപ്പോൾ ചെറിയ ചൂടുവെള്ളവും കൂടാണ് അതിനകത്തേക്ക് ഒഴിച്ചത്. അതിനുശേഷം നമ്മുടെ പനീറെല്ലാം പെറുക്കി അതിലേക്കിട്ടു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വീണ്ടും ഒരടപ്പ് വെച്ച് അടച്ച് നമുക്ക് ചെറിയ തീയിൽ, പനീറിനൊന്നും വലിയ വേവില്ല, അപ്പം ചെറിയ തീയിൽ അതൊന്ന് വേവട്ടെ. ചെറിയ തീയിൽ അതൊരു 1 മിനിറ്റ് 2 മിനിറ്റ് അത്രയും മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. 1 മിനിറ്റ് തന്നെ മതി, കാരണം പനീർ പെട്ടെന്ന് തന്നെ വെന്തോളും. ചെറിയ തീയിൽ വെച്ചിട്ട്, ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് വെന്തു. അപ്പോഴേക്കും 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെയ്യാണ് നമ്മൾ ചേർത്തത് ആദ്യം, പിന്നീടാണ് ബട്ടർ ചേർത്തത്. ആ ബട്ടറും കൂടെ ചേർത്ത് അത് ഒന്ന് മെൽറ്റായി വന്നപ്പോഴേക്കും കസൂരി മേത്തി, ഉലുവയുടെ ഇല, ഉണങ്ങിയ ഉലുവയുടെ ഇല അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി. അതിനുശേഷം എൻ്റെ കയ്യിൽ കുറച്ച് ക്രീം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ ക്രീമും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി വാങ്ങി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ ബട്ടർ മസാല. വളരെ നല്ലതാണ്. ക്രീം നല്ല കട്ടിയുള്ള ക്രീമാണ്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ഒഴിച്ചുള്ളൂ. എല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വാങ്ങിയാൽ വളരെ സ്വാദിഷ്ടമായ ഒരു പനീർ ബട്ടർ മസാലയാണിത്. ഇത് നമുക്ക് ഭഗവാന് നേദ്യത്തിനായിട്ട് വെക്കാം.
കാരണം ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർന്നിട്ടില്ല. വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ രീതിയിലുണ്ടാക്കി നമുക്ക് ഭഗവാന് നേദ്യമായി കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഹരേ കൃഷ്ണ.